ഹായ്, നമ്മളിത് ഇന്ന് ചക്ക വരട്ടിയത് കണ്ടത്. ചക്ക വരട്ടിയതാണേ. ചക്ക വരട്ടിയത് വെച്ച് ചക്കയുടെ ഉണ്ടാക്കാൻ പോവാം കേട്ടോ. നമ്മുടെ ചക്കയുടെ സീസൺ ആകുമ്പോൾ ഇതുപോലെ വരട്ടിയൊക്കെ ഫ്രീസറിലൊക്കെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കതടുത്ത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചക്കയുടെ ഉണ്ടാക്കും. ഇതിപ്പം നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി നാളായി, ഇത് ഒരു കൊല്ലത്തിന് മേളായി വരട്ടി വെച്ച ചക്കയാട്ടോ. അപ്പോൾ നമുക്കത് വെച്ചിട്ട് ഇന്ന് ചക്കയുടെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി കുറച്ച് ഉപ്പ് മാവ് വരുമ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെതാ ഗോതമ്പ് മാവാണ് എടുത്തേക്കണേ. കുറച്ച് മാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം വരവാം. നമ്മൾ ഈ ചക്കയൊക്കെ പഴുത്ത ചക്കയൊക്കെ അരച്ചൊക്കെ ഉണ്ടാക്കില്ലേ അപ്പം, അതുപോലെ ഇത് നമ്മുടെ വരട്ടി വെച്ച ചക്ക വെച്ചിട്ടുള്ള ചക്കയുടെയാണ്. ഇന്ന് വിരവി എടുത്തിട്ട് കാണാം. ഇപ്പം നമ്മളത് വിരവി ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടോ? ഇനി നമുക്ക് അതിനകത്ത് വയ്ക്കാനുള്ള തേങ്ങയും ശർക്കരയും ഏലക്കയൊക്കെ റെഡിയാക്കിയെടുക്കാം. ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ശർക്കര കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഓൾറെഡി നമ്മൾ ചക്ക വരട്ടിയതായത് കാരണം അതിനകത്ത് മധുരം ഉള്ളത് കാരണം കുറച്ച് ശർക്കര എടുത്തിട്ടുള്ളൂ. പിന്നെ ഏലക്ക ഒരു 6-7 ഏലക്ക ചതച്ച് കൊടുത്തിട്ടുണ്ട് മണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് ശർക്കര പൊടിയാണ് ഞാൻ എടുത്തേക്കണേ. ഏലക്കൊക്കെ ഇരിക്കുമ്പോൾ നല്ല മണമല്ലേ. ഏലക്ക ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. കഴിക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടില്ലേ ഏലക്കയുടെ. നമ്മളുടെ വിരവി റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ തേങ്ങ. ഇനി നമുക്ക് ഇലയിലേക്ക് വെച്ച് കൊടുക്കാം. മാവും ശർക്കരയും കൂടെ വെച്ച് മടക്കി വയ്ക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇഡ്ഡലി ചെമ്പ് വെക്കട്ടെ കേട്ടോ. അപ്പോൾ അതിലെ വെള്ളം തിളക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇലക്കകത്ത് ഇത് വെച്ച് കഴിയും. ഓക്കെ, എന്നിട്ട് ഇനി ഇല എടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കി അവിടെ കാണാം. ഞാൻ എല്ലാ ഇലയിലും ഇച്ചിരി എണ്ണ തൂത്തിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കില്ലല്ലോ. കാരണം നല്ലോണം അല്ല, കുറച്ച് എണ്ണ തൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ ഇച്ചിരി വെള്ളത്തിൽ മുക്കിയിട്ട് എടുക്കാം. പരത്തിയെടുക്കാം കേട്ടോ. അപ്പം ഉണ്ടാക്കട്ടെ. അപ്പം വലിയ ഇലയാണ്ട് ഇച്ചിരി വലുതായിട്ട് പരത്തിയെടുക്കുവാണേ. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് ശർക്കര ഏലക്ക തേങ്ങ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പതിയെ മടക്കാം. ഒരെണ്ണം മടക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം മടക്കിയെടുക്കാം. ഇങ്ങനെയല്ല, അപ്പോൾ അതേ നമ്മളെല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. ഇത്രയുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ആവി കയറ്റി എടുക്കാവേ.
നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. കഴിഞ്ഞു. അപ്പോൾ ഇതിന് ഇവിടെ ഇരുന്ന് ആവട്ടെ. അപ്പോൾ ഇത് എടുക്കാൻ പോവുകയാണേ. ഓക്കെ, നമുക്ക് പാത്രത്തിലൊക്കെ മാറ്റാം. അപ്പോൾ തുറന്ന് നോക്കാൻ നമ്മുടെ അപ്പം നല്ല ചൂടാട്ടോ. ചൂട് ചൂട് ചൂട്. യെസ്. കഴിച്ചു നോക്കട്ടെ. ഇത് പുറമേ തന്നെ മധുരം ഉള്ളത് കാരണം കൊള്ളാം കേട്ടോ. ചക്കയുടെ ടേസ്റ്റ് പുറമേ കിട്ടുന്നുണ്ട്. ഇനി അകത്ത് ശർക്കര തേങ്ങയുണ്ട്. തണുക്കട്ടെ. അപ്പം ഞാൻ ഇരുന്ന് കഴിക്കട്ടെ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സൂപ്പറാണോ ഋഷി?